എല്ലാവർക്കും നമസ്കാരം. കുറേ നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു വാട്ടർ മെട്രോയിലൊന്ന് യാത്ര ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് ഇന്നെന്തായാലും ആ ഒരു കർമ്മം നിർവഹിക്കാനായിട്ട് ഞങ്ങൾ കാക്കനാട് സ്റ്റേഷനിലെത്തി. അതിൻ്റെ മുൻവശമാണ്. അത്യാവശ്യം പാർക്കിങ്ങൊക്കെ ഉണ്ട്. കാക്കനാട് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ട്രാൻസേഷ്യ എന്ന് പറയുന്ന ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റാണ്, ചിറ്റേത്തുകര. ഞങ്ങളുടെ ടൈം 5:30 ആയിരുന്നു. 5:45 ഒരു ട്രിപ്പുണ്ട്. അതിൽ യാത്ര ചെയ്യാനാണ് ഞങ്ങൾ എത്തിയത്. ഇതിനെ പോണ്ടൂൺ, അതായത് ആൾക്കാരെ എടുക്കുകയും തിരിച്ചു വിടുകയും ചെയ്യുന്ന സ്ഥലത്തിന് പോണ്ടൂൺ എന്നാണ് അറിയപ്പെടുന്നത്. അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞിട്ട് കുറേ പോയിൻറ്റ്സ് എഴുതിയിട്ടുണ്ട്. എല്ലാവരും അത് വായിച്ച് മനസ്സിലാക്കുക. ഞാനിത് പ്രത്യേകം ഓരോന്നായിട്ട് പറയുന്നില്ല. 30 രൂപയാണ് ഒരാളുടെ ടിക്കറ്റ് നിരക്ക്. കാക്കനാട് നിന്ന് വൈറ്റില, തിരിച്ച് വൈറ്റിലയിൽ നിന്ന് കാക്കനാട്. ഒരു റൂട്ടിന് 30 രൂപ. വേറെ സ്റ്റോപ്പേജൊന്നുമില്ല. കാക്കനാട് ടു വൈറ്റില, വൈറ്റില ടു കാക്കനാട്. രാവിലെ 7:30 വൈറ്റിലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. 8:05 കാക്കനാട് നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഓരോ ട്രിപ്പ്. ഓരോ ട്രിപ്പിൻ്റെ ഇടയിൽ ഹാഫ് ആൻ അവറിൻ്റെ ഗ്യാപ്പ് ഉണ്ടാവും. വണ്ടി വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ പുതിയൊരു സർവീസും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹൈക്കോർട്ടിൽ നിന്നും ബോൾഗാട്ടി പാലസ്, സൗത്ത് ചിറ്റൂര് വഴി ഫോർട്ട് കൊച്ചിയിലേക്ക്. ഇത് ആ ട്രിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ പോയ വീഡിയോ ആണ്. ഞങ്ങളുടെ സാരഥി വരുന്നുണ്ട്. നല്ല വെൽ ബിൽട്ടാണ് ഞങ്ങളുടെ ബോട്ട്. ഒരു കുലുക്കവുമില്ല. നല്ല സുഖകരമായ യാത്രയായിരുന്നു. മെട്രോ ട്രെയിനിൽ യാത്ര ചെയ്തവർക്കറിയാം അതിൻ്റെ ഉൾവശം എങ്ങനെയായിരിക്കുമെന്ന്. ഇതിൻ്റെ ഉൾവശം സമാനമായ രീതിയിൽ തന്നെയായിരുന്നു. ആ കളറിങ്ങും അതിൻ്റെ പിടിയുടെ പാറ്റേണും എല്ലാം അതേപോലെയാണ്. സെയിം ടു സെയിം ആയിരുന്നു. ഏകദേശം 90-96 പേർക്ക് യാത്ര ചെയ്യാം. 50 പേർക്ക് ഇരിക്കാനുള്ള സീറ്റുണ്ട്. ബാക്കി സ്റ്റാൻഡിങ് ആയിരിക്കും. കുട്ടികളെല്ലാം വളരെ സന്തോഷത്തിലായിരുന്നു. രണ്ട് സൈഡിലെയും കാഴ്ചകൾ അതിമനോഹരമായിരുന്നു. ഫോട്ടോഗ്രാഫിയിൽ താല്പര്യമുള്ളവർക്ക് ഡ്രൈവറുടെ ക്യാബിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോയോ വീഡിയോ പകർത്താവുന്നതാണ്. നമ്മുടെ വാഹനം കാക്കനാട് പോണ്ടൂൺ വിട്ടു. അസ്തമയ സൂര്യന് കണ്ടുകൊണ്ടാണ് യാത്ര. അതിമനോഹരമായിരുന്നു. ഒരു ചെറിയൊരു കുലുക്കം പോലും ഇല്ലാതെയായിരുന്നു യാത്ര. അത് വളരെ അത്ഭുതകരമായിരുന്നു. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. നമ്മൾ കൊച്ചി മെട്രോയിൽ പോലും അത്യാവശ്യം കുലുക്കം ഉണ്ടാകും. പക്ഷേ വാട്ടർ മെട്രോയിൽ ഒരു ചെറിയ കുലുക്കം പോലും ഇല്ലായിരുന്നു. വളരെ സുഖകരമായിരുന്നു യാത്ര. PPCL റിഫൈനറി, ചമ്പക്കര പള്ളിയാണെന്ന് തോന്നുന്നു. എന്തോ ഫങ്ഷനുണ്ട്.
ഇത് ഡ്രൈവറുടെ ക്യാബിൻ്റെ അടുത്ത് വന്ന് എടുത്തതാണ്. നല്ലൊരു അനുഭവമായിരുന്നു. നിങ്ങളും വെറുതെ കറങ്ങാനാണ് ഉദ്ദേശമെങ്കിൽ ഈ സമയം തന്നെ തിരഞ്ഞെടുക്കുക. കാരണം സന്ധ്യാസമയത്തുള്ള നമ്മുടെ യാത്ര വളരെ രസകരമായിരിക്കും. അധികം ചൂടുണ്ടാവില്ല, നല്ല ലൈറ്റിംഗ് ആയിരിക്കും. അതുകൊണ്ട് കഴിവതും ഈ സമയം തന്നെ തിരഞ്ഞെടുക്കുക. എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോൾ മാത്രം നിങ്ങളുടെ ടൈമിനനുസരിച്ച് ഇറങ്ങുക. വെറുതെ കറങ്ങാനാണ് പോകുന്നതെങ്കിൽ ഈ ടൈം തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഉചിതം. വേറൊരു ബോട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്നതാണ്. ഏകദേശം നമ്മൾ എത്താറായി. വൈറ്റില പോണ്ടൂണിലേക്ക് അടുക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങി ഈ കാണുന്ന ഒക്കായ എന്ന് പറയുന്ന ഈ 2 സ്റ്റേഷൻ, ഇത് ചാർജിങ് സ്റ്റേഷനാണ് കേട്ടോ. അടുത്ത ട്രിപ്പിന് മുമ്പ് അവർ ചാർജ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് നമുക്ക് കാക്കനാട് നിന്ന് കിട്ടില്ല. എവിടെയാണോ എത്തിയത് അവിടെ നിന്ന് തന്നെ രണ്ടാമത് എടുക്കണം. നമ്മൾ തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് എടുക്കണം. അതുകൊണ്ട് ടിക്കറ്റ് എടുത്തിട്ട് തിരിച്ചു പോകാനുള്ള വെയിറ്റിംഗ് ആണ് ഇവിടെ. പുറത്തെ കാഴ്ചകളാണ്. എന്തായാലും വളരെ രസകരമായൊരു അനുഭവമായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ പ്രോജക്റ്റായ കൊച്ചി വാട്ടർ മെട്രോയിലുള്ള ഞങ്ങളുടെ യാത്ര. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.